ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അമ്മ നൂൽപുട്ടിനോടുള്ള മൽപ്പിടുത്താണ് കേട്ടോ നടത്തുന്നത്. ഇന്ന് നമുക്ക് രാവിലെ നിന്ന് നൂൽപുട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയാലും നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ചേച്ചി വ്ളോഗ് ഇടണമെന്നൊക്കെ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട്. നൂൽപുട്ടിന് നല്ല മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാൻ വേണ്ടി വെച്ചു. മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഏട്ടൻ നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ച് തിരിഞ്ഞ് കളിക്കാൻ നിന്നില്ല. വേഗം തന്നെ കറിയൊക്കെ അങ്ങ് സെറ്റാക്കി ഞാൻ തന്നെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കിയത്. നല്ല അടിപൊളി കറിയാണെന്നാണ് ഏട്ടൻ കൂട്ടിയപ്പോൾ പറഞ്ഞത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളൊക്കെ വളരെ ടേസ്റ്റ് കൂടാറാണ് പതിവ്. നല്ലോണം റിസ്ക് എടുത്ത് നമ്മൾ നല്ലോണം മെനക്കെട്ട് ഉണ്ടാക്കുന്ന കറിയൊക്കെ പാളിപ്പോകാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ധൃതി പിടിച്ചുണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്, എനിക്കും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് ശൂന്യമായി കിടക്കാണ്. വണ്ടികൾ മാത്രമേ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചടപടയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ചാടൊക്കെ കാണാം. സ്കൂളിലേക്കുള്ള ഓട്ടപ്പച്ചലാണ്. ഇതിനിടയിൽ നമ്മുടെ അപ്പുണ്ണി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പല്ല് തേപ്പും കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവന് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ അവന് വേണ്ടിയുള്ള ഭക്ഷണം എല്ലാം എടുത്തു ഞാൻ വാരി കൊടുക്കാണ്. രാവിലെ പിന്നെ അവനെ കരയിപ്പിക്കാനോ വാശി പിടിപ്പിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. വേഗം വാരിയും കൊടുത്തിട്ട് അവനെ സോപ്പിട്ട് അങ്ങനെ സ്കൂളിലോട്ട് പറഞ്ഞു വിടും. ചില സമയങ്ങളിൽ അവന് വാരി കൊടുത്താലും കഴിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പുണ്ണിക്ക് നൂൽപുട്ടും മുട്ടക്കറിയൊക്കെ വാരി കൊടുക്കുകയാണ്. പതുക്കെ ചവച്ചിറക്കുന്നുള്ളൂ കേട്ടോ. അവന് ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാൻ. ഏകദേശം വണ്ടി വരാനുള്ള സമയപ്പോൾ അപ്പുണ്ണീനെ അമ്മ കൂട്ടി താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അമ്മയാണ് അവനെ ബസ്സിൽ എപ്പോഴും കയറ്റി വിടാറ്. ഇന്ന് ചേച്ചിയുടെ മുഖത്ത് എന്തൊക്കെയോ വ്യത്യാസമുണ്ടല്ലോ, കുറച്ച് വൃത്തിയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചിലരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കും, ഉറപ്പാണ്. വേറൊന്നല്ല, ഇന്ന് രാവിലെ കുളിച്ച് ഗൈസ്. ഞാനങ്ങനെ രാവിലെ കുളിക്കാറില്ല, ഞാൻ വൈകുന്നേരമല്ല ചിലപ്പോൾ രാത്രി ആവാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെയാണ് കുളി. എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് രാവിലെ കുളിക്കുന്നു. അപ്പോൾ ഇന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്യാമറേൻ്റെ മുന്നിൽ കുറച്ച് വൃത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ അതേ അപ്പുണ്ണീൻ്റെ വണ്ടി വന്നിട്ടില്ല. അമ്മയും അപ്പുണ്ണിയും താഴെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെറുതെ ചുമ്മാ കാഴ്ചയെല്ലാം കണ്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബസ്സൊക്കെ ഈ ടൈം ആകുമ്പോൾ പോട്ടാം. മുടിയിൽ വെള്ളം നന്നായിട്ട് പോയില്ല എന്ന് കണ്ടപ്പോൾ ഒരു തുറത്തിട്ട് നന്നായിട്ട് അങ്ങ് തുടച്ചു കൊടുത്തു. എൻ്റെ കുളി കഴിഞ്ഞ് വരവ് കണ്ടപ്പോൾ ഏട്ടനും അമ്മയും അതിശയിച്ച് നോക്കി. ഇവർക്ക് എന്താ പറ്റിയെന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. ചേട്ടനതാ പോവാൻ നിൽക്കുന്നത് കണ്ടോ? കുഞ്ഞാ ഒട്ടേൻ്റെ ഉള്ളിൽ കൂടെ നോക്കി. ഇങ്ങോട്ടേക്ക് ചേട്ടനെ കുഞ്ഞു ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കുക. ബാ അമ്മ എടുക്കാം തീ കാണാൻ. ബാ വെയില് എന്താ ചേട്ടൻ്റെ വണ്ടി വരാത്തേ? കുഞ്ഞ് ചേട്ടൻ്റെ വണ്ടി എന്താ വരാത്തേ? ചേട്ടൻ്റെ വണ്ടി കുഞ്ഞിൻ്റെ വണ്ടി വന്നിട്ടില്ല അല്ലേ? ഇച്ചിരി ലേറ്റാ തോന്നുന്നു. വണ്ടി വരുന്നുണ്ടേ. അതാ ചേട്ടൻ്റെ വണ്ടി. ചേട്ടൻ്റെ വണ്ടി വന്നോ? തിരിച്ചു നമ്മുടെ പോന്നു. ചേട്ടൻ പോയി. ചേട്ടൻ്റെ ഗ്ലാസ് വന്നില്ല. നമ്മുടെ പോയി. പല്ല് വയ്ക്കാം. നമ്മളെ കുഞ്ഞു എഴുന്നേറ്റ് വന്നു. പല്ല് വയ്ക്കണ്ടേ? ഹായ് പറ. ഹായ് 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 ഒന്നുമില്ല. ഉറക്കമുണർന്നിട്ടുണ്ടെങ്കിൽ പാല് നിർബന്ധമാണ് നമ്മുടെ കുഞ്ഞുനിട്ട്. അവനിപ്പോഴും ഫീഡിങ് നിർത്തിയിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പാലുകൂടി നിർത്തിയ കുഞ്ഞുൻ്റെ എന്ന്. നിർത്തിയിട്ടില്ല ഗൈസ്. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെന്നിനായകം എന്നൊക്കെ പറയില്ല, അതൊക്കെ തേച്ച് നോക്കിയിട്ട്. പക്ഷെ അവനതൊന്നും ഒരു വിഷയമേ ഇല്ല. അവനെല്ലാം കുടിക്കും. എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇനി സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ടി വരും, എന്നാലൊക്കെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു കാര്യം നടന്നതല്ലേ എൻ്റെ കുളി, രാവിലത്തെ കുളി. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് കുറച്ച് ഒരുങ്ങാന്ന് വിചാരിച്ചിട്ടോ. ഒരുക്കൊന്നല്ല, ചുമ്മാ കുറച്ച് പൗഡർ ഇട്ട് ഒരു പൊട്ടൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തോട്ടെ വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് പൗഡർ
അങ്ങ് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ആ റെഡ് ക്യൂടെക്സിലെ നെയിൽ പോളിഷ് അതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയി നഖം വളർത്തിയിട്ടും ഇങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇട്ട് നടന്നിട്ട് കേട്ടോ. വേറെ ഒന്നും കണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവനെ കുളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നഖം വളർത്തുമ്പോൾ അവൻ്റെ മുഖത്തും മേത്തും ഒക്കെ കോറാനൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാനൊന്ന് വളർത്തിയത്, ചെറിയ രീതിയിൽ വളർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ നല്ല റെഡ് കളർ ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മുടി നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ്ടല്ലോ, ഒന്ന് ഒതുക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് നനഞ്ഞ മുടി ആയതുകൊണ്ട് നമ്മൾ കെട്ടിയൊന്നും വെക്കുന്നില്ല. ചുമ്മാതെ നമ്മൾ ഇല്ലി എടുത്ത് കെട്ടില്ല, അതുപോലെ ഒന്ന് വെറുതെ ഒന്ന് അങ്ങ് കെട്ടി വെക്കാന്ന് വിചാരിച്ചു. സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ഛൻ കുളിക്കാതെ വിടില്ലായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കും, ഞാനും അനിയനും കുളിക്കും കേട്ടോ. ആ ഒരു സമയത്ത് കുളിച്ച് കഴിയുമ്പോൾ മുടി നനഞ്ഞിരിക്കുമ്പോൾ അമ്മ ദേ എങ്ങനെയാണ് കെട്ടിത്തരാറ്. നനഞ്ഞ മുടി പൊതുവേ നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരിക്കും, ഒട്ടുമിക്ക ആൾക്കാരും കെട്ടിയിടാറില്ലേ. അപ്പോൾ അതുപോലെ അങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പൊട്ട് വെച്ചതല്ലേ, ഒരു ചന്ദനവും ഇല്ല ഭസ്മവും ഇല്ല, അതുകൊണ്ട് പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ബാക്കി വന്ന പൗഡർ നമ്മൾ 2 കയ്യിലും അങ്ങോട്ട് തിരുമിയിട്ട് കഴുത്തിലും കൂടെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മണത്തോട്ടെ. പിന്നെ ദേ അങ്ങനെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്, നല്ല ഒരുങ്ങിയിരിക്കും. വെറുതെ രാവിലെ ഒരുങ്ങിയിരിക്കുക, എന്തൊക്കെയോ ഭ്രാന്താണ് ചില ദിവസങ്ങളിൽ. അങ്ങനെ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ അങ്ങോട്ട് പല്ല് തേപ്പിക്കലാണ് കേട്ടോ. നമ്മുടെ അപ്പുണ്ണി ഉണ്ടെങ്കിൽ അപ്പുണ്ണിൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ പല്ല് തേക്കുന്ന കാണുമ്പോൾ ഇവന് നന്നായിട്ട് പല്ലൊക്കെ തേക്കൂട്ടോ. അവർ പിന്നെ മത്സരമായിരിക്കും, പല്ല് തേഞ്ഞ് പോകുന്ന വിധത്തിലായിരിക്കും രണ്ടാളും പല്ല് തേക്കുക. ഇപ്പം ഇന്നിപ്പോൾ അപ്പുവൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ നേരം വൈകിട്ട് നമ്മുടെ കുഞ്ഞു എഴുന്നിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ മൽപ്പിടുത്തം നടത്തിയിട്ടാണ് അവൻ്റെ പല്ലെല്ലാം തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വാതിൽ നമ്മൾ അടയ്ക്കണം. കുഞ്ഞു എഴുന്നേറ്റ് വന്നാൽ പിന്നെ വാതിൽ അടച്ചിടും, കാരണം നമ്മൾ മുകളിലാണല്ലോ. അവൻ എപ്പോഴാണ് കണ്ണ് വെട്ടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വാതിൽ എപ്പോഴും അടച്ചിടും. പല്ല് തേപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞുട്ടോ. വേഗം പോയിട്ട് ബേക്കറി ഇടുന്ന ആ പാത്രം എടുത്തുകൊണ്ട് അമ്മ കേക്ക് വേണം കേട്ടോ. കേക്കിൻ്റെ അഡിക്റ്റാണ് ചേട്ടനും അനിയനും കേട്ടോ. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോക്കുമ്പോൾ കേക്ക് ഒന്നുമേ ഇല്ലായിരുന്നു, ഡാർക്ക് ഫാൻറ്റസിയുടെ ആ ബിസ്ക്കറ്റ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ് വേണ്ടാന്ന്, പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൻ അത് വാങ്ങി കഴിച്ചിട്ട് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കഴിപ്പൊക്കെ കഴിയുന്നതിന് മുമ്പ് എനിക്ക് കഴിച്ച് കഴിയണം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും ദേ നമ്മുടെ അമ്മ ഇവിടെ അലക്കല്ലാണ് കേട്ടോ. അമ്മ മിഷനിൽ തുണിയെല്ലാം ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുട്ടിൽമലയാണ് ആ കാണുന്നത് കേട്ടോ. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞോടെ ബിസ്ക്കറ്റ് തിന്നുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. നല്ല നൂൽപുട്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എൻ്റെ സ്പെഷ്യൽ മുട്ടക്കറി അതും കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് നന്നായിട്ട് കറി വേണം, എന്ത് കഴിക്കുമ്പോഴും കറി കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പച്ചമുളക് ഇല്ലായിരുന്നു, തീർന്നു പോയിരുന്നു. ഞാൻ ഏട്ടനോട് പറയാനും മറന്നുപോയി. പിന്നെ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും കുടിച്ചു, ചായയല്ല കാപ്പിയും കുടിച്ചു. അതുപോലെ തന്നെ നൂൽപുട്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ പതുക്കെ കഴിയുള്ളൂ. ചേട്ടനും അനിയനും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണ്, നല്ലോണം ടൈം എടുക്കും രണ്ടുപേരും കേട്ടോ. പിന്നെ രണ്ടുപേർക്കും വാരി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എൻ്റെ വയറങ്ങ് നിറച്ച് എനിക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുഞ്ഞുവിന് വേണ്ടിയുള്ള യുദ്ധത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞുവിന് കറിയൊന്നും പറ്റില്ല, അതുകൊണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവന് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ, കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിൽ ലയിച്ചിരിക്കും, അറിയാതെ അങ്ങ് വായ തുറന്നു വന്നോളൂ. അവൻ അറിയില്ല അവൻ കഴിക്കുന്ന പോലും കേട്ടോ. ചില സമയങ്ങളിൽ അവൻ അറിയുകയും ചെയ്യും. കറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവൻ ഒട്ടും വായ തുറക്കില്ല കേട്ടോ. കറിയിലൊക്കെ അറിയാതെ നമ്മൾ മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വായ തുറക്കേയില്ല. അപ്പോൾ പഞ്ചസാര മുക്കിയിട്ട് നമ്മൾ നൂൽപുട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിന് ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, ഒരു സ്റ്റാർട്ടിങ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ ചൊറിച്ചിൽ തുടങ്ങി, ചെറിയ രീതിയിൽ കണ്ണിന്ന് വെള്ളം വരാനൊക്കെ തുടങ്ങി, എന്തോ അലർജിയുടെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുക്കള വേഗം വൃത്തിയാക്കാം കേട്ടോ. കുറച്ച് പാത്രങ്ങളെ കഴുകാനുണ്ടായുള്ളൂ. ഇവിടെയൊക്കെ ഞാൻ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ, അത് ഞാൻ വേഗം കഴുകട്ടെ വിചാരിച്ചു. അമ്മയുടെ അലക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അമ്മ അലക്കും കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് തോനുണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം അവന് ഫുഡ് കൊടുത്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാൻ കേട്ടോ. നമ്മുടെ കുഞ്ഞോടി ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ വലിച്ചു വാരിയിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പാത്രങ്ങൾ ചടപടേന്ന് കഴുകുക. ചടപടേന്ന് കഴുകാൻ മാത്രമൊന്നുമില്ല, അമ്മ കൈയോടെ അങ്ങ് കഴുകി വെക്കുന്നുണ്ട്. എനിക്ക് അത്ര പണിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങൾ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി അതിനുശേഷം ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് സിങ്കെല്ലാം കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ബേസിനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി അകത്തത്തെ പരിപാടിയാണ്, കാരണം കുറേ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒതുക്കി വെച്ച് ഒന്ന് അടിച്ച് തുടയ്ക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനത് കണ്ടില്ല, അവൻ നിരത്തിയിട്ട് ഓരോ സംഭവങ്ങളാണ് കേട്ടോ. ഈ ബേക്കറി പാത്രം ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് നടക്കും, അതിലൊന്നും ഇല്ലെങ്കിൽ അവൻ എടുത്തോണ്ട് നടക്കണം. അങ്ങനെ അത് കൊണ്ടു ഇവിടെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് വെച്ച് അതിന് ശേഷം നന്നായിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടു, തുടച്ചു വിട്ടു കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം ഏകദേശം എൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞിനൊന്ന് മേല് കഴുകിപ്പിക്കണം. അവന് മേല് മാത്രമേ കഴുകിപ്പിക്കുന്നുള്ളൂ, കാരണം അവന് ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മേല് മാത്രമേ കഴുകിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ്. ഇനി ഉച്ചത്തേക്കുള്ള നോക്കിയാൽ അമ്മയുടെ അലക്കൽ കഴിഞ്ഞ് ഗൈസ്. അമ്മ എല്ലാം ആറിയിട്ടിട്ടുണ്ടായിരുന്നു. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ തന്നെ വേറെ ചെമ്പ് കാണി. ഇതെന്ത് ഇങ്ങനെ ചോറ് വെക്കുന്നതായിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവുക. വേറെ ഒന്നും കണ്ടല്ലോ കേട്ടോ. മുകളിലെ ചെമ്പിൽ വെറും വെള്ളമാണ്, നമുക്ക് എന്താ പറയുന്നത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അത് ഈ ആവി തട്ടിയിട്ടൊന്ന് ചൂടായി കിട്ടും. അപ്പോൾ നമുക്ക് ഗ്യാസിൽ പെട്ടെന്ന് തന്നെ തിളച്ചിട്ട്, അതുകൊണ്ട് അമ്മയുടെ ഞൊടുക്ക് വിദ്യയാണ്. അമ്മ എപ്പോഴും ഇങ്ങനെ ചോറ് വെക്കുന്ന സമയം അങ്ങനെ ചെമ്പിൽ വെള്ളം വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് നല്ല വാഴക്ക ഉപ്പേരിയാണ് വെക്കുന്നത്. അങ്ങനെ വാഴക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. കറിക്ക് കുക്കറിൽ എന്തൊക്കെയോ വേവുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ കുക്കറിൽ, ഞാനറിയാത്ത എന്താണ് ഇവിടെ വേവുന്നതെന്ന് കേട്ടോ. എന്തായാലും ബീഫല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അമ്മ പറഞ്ഞു പച്ചക്കറി ആഡ് തരണം. അപ്പോൾ തേങ്ങ അരച്ചിട്ട് എന്തോ പച്ചക്കറി വെക്കാനുള്ള ഉദ്ദേശമാണ്. തേങ്ങയൊക്കെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഒന്ന് രണ്ട് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിലൊക്കെ ആയിരുന്നു. എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ കായപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കായപ്പേരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായപ്പേരി. കായമെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കായപ്പേരി, ചീരപ്പേരി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് ഇവിടെ വാർത്തിട്ടിട്ടുണ്ട്, പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്, കറിയായിട്ട് പച്ചക്കറി, ഉള്ള പച്ചക്കറിയെല്ലാം തട്ടിക്കൂട്ടിയിട്ടൊരു പച്ചക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വറവിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാനുള്ള സ്പെഷ്യൽ. മീനില്ല, ഉണക്കലില്ല, ഒന്നുമില്ല, ഒരു മുട്ട പോലും ഇല്ല ഗൈസ്. പിന്നെ രാവിലെ നമ്മൾ മുട്ടയാണ് കഴിച്ചത്, അത് വേറെ കാര്യം. അങ്ങനെ ഇതൊക്കെയാണ് ഉച്ചത്തേക്ക്. പിന്നെ കുറച്ച് പാത്രം കൂടെ നേരുന്നു. അടുക്കളയാകുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുക നിരക്ക് തന്നെയാണല്ലോ പരിപാടി. കുഞ്ഞൊരു ചോറ് കൊടുക്കാൻ വേണ്ടി വന്ന് പപ്പടം കൂടിയിട്ട് കറി കൂട്ടാതെയുള്ള ചോറ് തീറ്റയാണ് കേട്ടോ അവൻ്റെത്. കറി അവനിഷ്ടം മീൻ ഇഷ്ടമാണ്. മീനും ചിക്കനൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ഇന്ന് മീനും ഇല്ല, ചിക്കനും ഇല്ല, മുട്ടയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ടയും വറുത്തിട്ട് ചോറ് തിന്നു. ഇന്നിപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് പപ്പടം കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. പപ്പടം കൂട്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കാനും. പിന്നെ വൈകുന്നേരം ഏട്ടൻ വരുമ്പോൾ മീനൊക്കെ എന്തായാലും കൊണ്ടുവരുമായിരിക്കും. പിന്നെ കറി എന്തായാലും നമ്മുടെ കുഞ്ഞു അങ്ങനെ കൂട്ടൂല കേട്ടോ. ഉപ്പേരി ചില ഉപ്പേരിയൊക്കെ കൂട്ടും, ചിലത് കൂട്ടുകയില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു കളി. പിന്നെ കഴിക്കുമ്പോൾ അവന് അത് ഉപ്പേരിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപ്പേരി കടിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ആ ഉപ്പേരിൻ്റെ അടുത്തേക്കും വരില്ല, ചോറിൻ്റെ അടുത്തേക്കും വരില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള സാധനം തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചോറ് തീറ്റിപ്പിക്കാറാണ്. പിന്നെ ഞാനിതേ ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. കറികളെല്ലാം നല്ലോണം അത്തപ്പൂക്കളം പോലെ വെതറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിക്കലാണ് എൻ്റെ പരിപാടിയെ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും നല്ലോണം ആസ്വദിച്ചിരുന്ന് കഴിച്ചു. ഇത് പിന്നെ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു കേട്ടോ. കണ്ണിമാങ്ങയും കൊണ്ടുള്ള ഒരു അച്ചാറാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഒരു കലം ചോറിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ കാണാൻ. ബൈ, സീ യു.